സദ്ഗുരുഭ്യോ നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയനായ അധ്യക്ഷൻ ബ്രഹ്മശ്രീ ഗോപാലകൃഷ്ണ ദീക്ഷിതർ അവർകൾ, ശ്രീ ബ്രഹ്മശ്രീ ഗിരീഷ് കുമാർ, ഈ വേദിയെ ധന്യമാക്കുന്ന പണ്ഡിതവര്യരെ, വൈദിക ശ്രേഷ്ഠരെ, അമ്മമാരെ, കുടുംബാംഗങ്ങളെ, ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുക. ഇവിടെ ഇരിക്കുന്നവരൊക്കെ മലയാളം അറിയുന്നവരാണ്. ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃപ്പാദങ്ങളിലും പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദാരവിന്ദങ്ങളിലും സർവ ആചാര്യ പരമ്പരയുടെയും ഗുരുവര്യന്മാരുടെ പാദാരവിന്ദങ്ങളിലും ഈ വേദിയെ ധന്യമാക്കുന്ന ജഗജ്ജനനിയായ അംബയുടെ പാദാരവിന്ദങ്ങളിലും നമ്മുടെ ഈ നഗരിയെ പവിത്രമാക്കുന്ന, അനുഗ്രഹിച്ചരുളുന്ന ഭഗവാൻ ശ്രീ പത്മനാഭൻ്റെ പാദപത്മങ്ങളിലും യജ്ഞസങ്കല്പം കൊണ്ട് പുണ്യമാർജിച്ചിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്ഥിതിയിലും പൂജാപുഷ്പങ്ങളായി അർപ്പിച്ചുകൊള്ളട്ടെ. ഞാൻ പ്രസംഗിക്കാനല്ല വന്നത്. ഇങ്ങനൊരു വേദിയിൽ നമ്മുടെ ആശ്രമത്തിൽ നിന്ന് പഴയ അധ്യക്ഷൻ ബ്രഹ്മപാദാനന്ദ സരസ്വതി വന്നുകൊണ്ടിരുന്നു. വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്നു. ഇതറിഞ്ഞപ്പോൾ എനിക്കും വരാതിരിക്കുവാൻ നിർവാഹമില്ല. ആ ഒരു ബന്ധം, ആത്മീയ ബന്ധം, അത് തുടർന്നും ഉണ്ടാകട്ടെ. അതിനുള്ള അനുഗ്രഹം ശ്രീ പത്മനാഭനും അമ്മയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ വളരെ മഹത്തരമായ, മാതൃകാപരമായ കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പണ്ഡിതവര്യനായ വൈദിക ശ്രേഷ്ഠനായ ബ്രഹ്മശ്രീ ഗോപാലകൃഷ്ണ ദീക്ഷിതരെ ആദരിച്ച ഈ വേദി എന്തുകൊണ്ടും ധന്യമാണ്. നിത്യവും മന്ത്രം ജപിക്കുന്ന, സാധനയനുഷ്ഠിക്കുന്ന, വേദം അഭ്യസിക്കുന്ന, അത്തരത്തിലുള്ള മക്കളെ വളർത്തുന്ന അമ്മമാരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യം ഈ വേദിയെ കൂടുതൽ കൂടുതൽ സമ്പന്നവും അതുപോലെ തന്നെ മഹത്തരവുമാക്കുകയാണ്. എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത് ശ്രീചക്രമാണ്. സാക്ഷാൽ ജ്ഞാനാംബികയെ പ്രതിനിധാനം ചെയ്യുന്ന, ജഗജ്ജനനിയെ പ്രതിനിധാനം ചെയ്യുന്ന യന്ത്രസ്വരൂപമാണത്. ഇവിടെ നടക്കുന്നത് മഹായജ്ഞമാണ്. ചണ്ഡികായജ്ഞം, അത് ശതചണ്ഡിക.
യജ്ഞത്തെക്കുറിച്ച് വളരെ ദീർഘമായി വളരെ ആഴത്തിൽ തന്നെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി ദീക്ഷിതർ അവർകൾ. ഞാൻ വളരെ സരളമായി മാത്രം 2 വാക്കുകളിൽ ഞാൻ മനസ്സിലാക്കിയ യജ്ഞത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നടക്കാൻ പോകുന്ന യജ്ഞം വൈദികമായ യജ്ഞമാണ്. കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാ പേർക്കും കൂട്ടായി അതിൽ പങ്കെടുത്ത് ശാസ്ത്രമനുസരിച്ച് വിധിയനുസരിച്ച് ആ കർമ്മം അനുഷ്ഠിക്കുവാനുള്ള സാഹചര്യം നമ്മുടെ ഭാരതത്തിൽ ദൗർഭാഗ്യവശാൽ ഇല്ലാതെ പോയി. യജ്ഞം എന്ന് പറയുന്നത് കർമ്മമാണോ എന്നുള്ള ഒരു സംശയമാണ്. സായിപ്പ് പറയാറുണ്ട് വർക്ക് ഈസ് വർഷിപ്പ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് വർക്ക് ഈസ് വർഷിപ്പ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് വർക്ക് വർഷിപ്പാണ് എന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വർക്കാണോ വർഷിപ്പ്? വർക്ക് എന്ന് പറയുന്നത് ഒരു ജോലി എന്നേ അതിനർത്ഥമുള്ളൂ. പ്രവൃത്തി എന്ന് പോലും അതിനെ വിളിക്കാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പ്രകർഷേണയുള്ള വൃത്തിയാണ് പ്രവൃത്തി. വർഷിപ്പ് എന്ന് പറയുന്നത് അതല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് അത് കർമ്മമാണ്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ് അർണ്യസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. യജ്ഞമെന്ന് പറയുന്നത് കർമ്മവുമല്ല, കർമ്മത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ഉദ്ഭൂതമാകുന്നതാണ് യജ്ഞം. അതാർക്കും ചെയ്യാൻ പറ്റില്ല. കർമ്മം അനുഷ്ഠിക്കുമ്പോൾ എന്താണോ ഉണ്ടാകുന്നത്, അദൃശ്യമായത്, ആ ചൈതന്യത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ആ യജ്ഞം ഈ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് പർജന്യമുണ്ടാകുന്നത്, അല്ലെങ്കിൽ മഴയുണ്ടാകുന്നത് എന്നാണ്. അന്നാദ് ഭവന്തി ഭൂതാനി, അന്നം, ആഹാരം. അത് നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രമല്ല, ആ സങ്കല്പത്തിൽ ഉൾപ്പെടുന്നത് നമ്മൾ വലിക്കുന്ന ശ്വാസവും അന്നം തന്നെയാണ്. അന്നമല്ലാത്തത് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഒന്ന് മറ്റൊന്നിന് അന്നമാകുന്നു. ഇലയും പുല്ലും പുഴുവും എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും മറ്റൊന്നിന് അന്നമാണ്. പഞ്ചഭൂതങ്ങളിൽ ഓരോന്നും മറ്റുള്ളതിന് അന്നമാണ്. അപ്പോൾ സൃഷ്ടിയിൽ അന്നം മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അന്നാദ് ഭവന്തി ഭൂതാനി, ഭൂതങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ജീവരാശികൾ ഉണ്ടാകണമെങ്കിൽ അന്നമുണ്ടാകണം. ആഹാരം, അന്നമുണ്ടാകണം. അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ഒരു 10 ദിവസം നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ നമ്മുടെ അവസ്ഥ അറിയാം. ഈ പ്രപഞ്ചത്തിൽ ആഹാരമേ ഇല്ലെങ്കിൽ എത്ര ജീവികളുണ്ടാകും, എത്ര ജീവരാശികൾ നിലനിൽക്കും? അപ്പോൾ അന്നത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച ഒരു സംസ്കാരമാണ് വൈദിക സംസ്കാരം, സനാതന ധർമ്മം. അന്നാദ് ഭവന്തി ഭൂതാനി. ഇനി അന്നം എവിടെ നിന്നുണ്ടാകുന്നു? അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ. പർജന്യം, മഴ, വൃഷ്ടി. വൃഷ്ടിയില്ലെങ്കിൽ അന്നമില്ല. ഒരു 5 കൊല്ലം മഴയില്ലാതിരിക്കട്ടെ, ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്താകും? അപ്പം വൃഷ്ടി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ. പർജന്യത്തിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത്. അപ്പോൾ അന്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ ആ അന്നം ഉണ്ടാകുന്നത് പർജന്യമുള്ളത് കൊണ്ടാണെങ്കിൽ പർജന്യത്തിന് അന്നത്തേക്കാൾ പ്രാധാന്യമുണ്ട്. പിന്നെ ആ പർജന്യം അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? യജ്ഞാത് ഭവതി പർജന്യോ. യജ്ഞത്തിൽ നിന്നേ മഴയുണ്ടാവും. യജ്ഞമില്ലെങ്കിൽ മഴയില്ല. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇവിടെ മഴ പെയ്യുന്നതൊക്കെ നമ്മൾ യജ്ഞം ചെയ്തിട്ടാണോ എന്ന്. ഈ യജ്ഞം എന്ന് പറയുന്നത് അറിഞ്ഞും അറിയാതെയും ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചിലന്തി ചത്തതിൻ്റെ ആഹാരം ഒരു പുല്ലിന് പ്രയോജനപ്പെടുന്നു എങ്കിൽ അവിടെയും യജ്ഞമാണ് സംഭവിക്കുന്നത്. അപ്പോൾ യജ്ഞം എന്താണ്? യജ്ഞകർമ്മ സമുദ്ഭവ. യജ്ഞം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യജ്ഞം എവിടെ നിന്നുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കർമ്മമില്ലെങ്കിൽ യജ്ഞമില്ല, യജ്ഞമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ അന്നമില്ല, അന്നമില്ലെങ്കിൽ ജീവരാശികളില്ല. കർമ്മത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളമുണ്ട്. ആ യോഗമാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു പ്രവൃത്തിയിൽ നിന്നാണോ യജ്ഞമുണ്ടാകുന്നത് ആ പ്രവൃത്തിയെ മാത്രമേ കർമ്മം എന്ന് വിളിക്കാവൂ. വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യജ്ഞത്തിനു കാരണമാകുന്ന പ്രവൃത്തിയെ ജോലിയെന്നോ വേലയെന്നോ പ്രവൃത്തിയെന്നോ ഒന്നുമല്ല വിളിക്കേണ്ടത്. അതിനെ വർക്കെന്നല്ല പറയേണ്ടത്.
അതിനെ കർമ്മം എന്നാണ് പറയേണ്ടത്. ആ കർമ്മം ആരു ചെയ്താലും യജ്ഞമുണ്ടാകും. ആ യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകും. ആ മഴയിൽ നിന്ന് അന്നമുണ്ടാകും. ആ അന്നത്തിൽ നിന്ന് ജീവരാശികളുണ്ടാകും. അങ്ങനെയുള്ള യജ്ഞത്തിൻ്റെ സംസ്കാരവും സങ്കല്പവുമാണ് വൈദികമായ അല്ലെങ്കിൽ വേദവിധികളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, കർമ്മ പദ്ധതികളിലൂടെ, ക്രിയകളിലൂടെ, യന്ത്രങ്ങളിലൂടെ, മന്ത്രങ്ങളിലൂടെ, ആചാര്യന്മാരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്, ലഭിച്ചിട്ടുള്ളത്. ഇപ്പം കർമ്മം അനുഷ്ഠിക്കുവാൻ എല്ലാവർക്കും കഴിയുമെങ്കിൽ എല്ലാവരും യജ്ഞത്തിനു കാരണക്കാരാണ്. ഇവിടെ ഇരുന്ന് നമ്മൾ മന്ത്രം ജപിച്ച് അതുപോലെ സപ്തശതി ഒക്കെ ജപിച്ച് ഇത് ചെയ്തു കൊള്ളണമെന്നും നിർബന്ധമൊന്നുമില്ല സാധാരണക്കാരനെ സംബന്ധിച്ച്. ഇതെല്ലാം വേണം, ഇതിനൊക്കെ ശക്തിയുണ്ട്, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സായിപ്പ് നമ്മളെ പഠിപ്പിച്ച വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നത് തെറ്റാണ്, അങ്ങേയറ്റത്തെ മണ്ടത്തരമാണ്. നമ്മൾ ഓരോന്ന് പ്രവൃത്തി ചെയ്താൽ മതി, പൂജിക്കൊന്നും വേണ്ട. നമ്മളെ പ്രവൃത്തി തന്നെയാണ് പൂജ. ഇങ്ങനെയൊക്കെ പൂജിക്കാൻ മടിയുള്ളവൻ, ഉപാസനയ്ക്ക് യാതൊരു തരത്തിലും വാസനയില്ലാത്തവൻ, ഉപാസന ഇഷ്ടപ്പെടാത്തവൻ, ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കാത്തവൻ, അവിശ്വാസിയായിട്ടുള്ളവൻ, അവിശ്വാസത്തിൻ്റെ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നവൻ. അവിശ്വാസിയാണെങ്കിലും അതിനൊരു വിശ്വാസം വേണം, അവിശ്വാസിയാണ്. അപ്പോൾ അവിശ്വാസം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്നവനൊക്കെ ഒരു ന്യായീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നറിയുമോ? അങ്ങനെ കാണാൻ പറ്റുക ഈശ്വരനെന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന കർമ്മം തന്നെയാണ് അല്ലെങ്കിൽ പ്രവൃത്തി തന്നെയാണ്, ജോലി തന്നെയാണ് വർഷിപ്പ്. ഒരിക്കലുമല്ല. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ ഒറ്റ ചോദ്യമേ എനിക്കുള്ളൂ. വർക്ക് വർഷിപ്പാണെങ്കിൽ സ്വർണം ആഭരണമാണ്. ഇഫ് യു സേ ദാറ്റ് വർക്ക് ഈസ് വർഷിപ്പ്, ഗോൾഡ് ഈസ് ഓർണമെൻറ്റ്. ഗോൾഡ് ഓർണമെൻ്റ് ആണോ? ഗോൾഡിനെ ഓർണമെൻ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ശബരിമലയിൽ ഇളക്കിക്കൊണ്ട് പോയല്ലോ, അത് ഓർണമെൻറ്റും ഉണ്ട് ഗോൾഡും ഉണ്ട്, പൂശിയിരിക്കുന്ന ഗോൾഡാണ്. പക്ഷേ ഓർണമെൻ്റ് ആകണമെങ്കിൽ അതിനൊരു പ്രത്യേക ഷേപ്പ് വേണം. ഷേപ്പ് മാറുമ്പോൾ കയ്യിൽ വളയെന്ന് വിളിക്കും, അതിനെ ഇനി ഷേപ്പ് മാറ്റിയാൽ മൂക്കൂത്തി എന്ന് പറയും. അതിനെ അരഞ്ഞാണമാക്കണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് വീണ്ടും മാറണം, പാദസ്വരമാകണമെങ്കിൽ വീണ്ടും മാറണം, മൂക്കൂത്തി ആകണമെങ്കിൽ ഇന്നും മാറണം. അപ്പോൾ രൂപത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ധർമ്മം മാറുന്നു. ആ ധർമ്മം എവിടെയാണ് എന്നുള്ളതിൻ്റെ സ്ഥാനം മാറുന്നു, അതിൻ്റെ പേര് മാറുന്നു. മനസ്സിലായി? അപ്പം നമ്മൾ എന്താ പറയുന്നത്? സ്വർണം ഒരിക്കലും ആഭരണമല്ല. ഗോൾഡ് ഈസ് നോട്ട് ഓർണമെൻറ്റ്. ഓർണമെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഓഫ് ഗോൾഡ്, ബട്ട് ഗോൾഡ് കനോട്ട് ബി ഓൾവേസ് ഓർണമെൻറ്റ്. സോ അത് മാത്രമല്ല, ചെളി, ക്ലേ ഈസ് നോട്ട് പോട്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ദർ ഈസ് എ പ്രോസസ് ഇൻ ബിറ്റ്വീൻ ഗോൾഡ് ആൻഡ് ഓർണമെൻറ്റ്. ദർ ഈസ് എ പ്രോസസ് ഇൻ ബിറ്റ്വീൻ ക്ലേ ആൻഡ് പോട്ട്. അപ്പോൾ ദർ ഈസ് എ കൺവേർഷൻ പ്രോസസ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് വർഷിപ്പ് ആകണമെങ്കിൽ യു ഹാവ് ടു കൺവേർട്ട് യുവർ വർക്ക് ഇൻ ടു വർഷിപ്പ്. നിങ്ങളുടെ വർക്കിനെ വർഷിപ്പാക്കി കൺവേർട്ട് ചെയ്യുവാനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടോ? എൻ്റെ മുമ്പേ കുറേ ചെളിയും കൊണ്ട് തന്നിട്ട്, കിളയെ കൊണ്ട് തന്നിട്ട്, സ്വാമി ഒരു കുടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുടമുണ്ടാക്കാൻ സ്കില്ലുള്ള ഒരാൾ ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്കുണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല എന്നല്ല, പറ്റില്ല. കുറേ ഗോൾഡ് കൊണ്ട് തന്നിട്ട് സ്വാമി ഇവിടെ അതുണ്ടാക്കണം, മൂക്കുത്തി ഉണ്ടാക്കണം, കമ്മലുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഐ ഡോണ്ട് നോ ദാറ്റ് പ്രോസസ്, ഐ ആം നോട്ട് സ്കിൽഡ് ഫോർ ദാറ്റ്. അപ്പം വർക്ക് വർഷിപ്പ് ആകണമെങ്കിൽ ആ വർക്കിനെ വർഷിപ്പ് ആക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ്. വർക്കിനെ എങ്ങനെയാണ് വർഷിപ്പാക്കുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത. ഞാൻ വൈശ്വാനരൻ എന്നുള്ള പേരിൽ വൈശ്വാനര നാമാവായി സർവ്വ പ്രാണികളുടെയും ഉദരത്തിൽ സ്ഥിതി ചെയ്തു. ആ വൈശ്വാനരനെ വീണ്ടും വിളിക്കാം നമുക്ക് ജഡരാഗ്നി. അഗ്നിയായി ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഞാനാണ്. നീ ഭക്ഷിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത് ഞാനാണ്. നീ കുടിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത് ഞാനാണ്. നിന്റെ ഉദരഭാഗത്ത് ഞാൻ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നീ കഴിക്കുന്നത് ദഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ അന്നം ചൈതന്യമായി പരിണമിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ആഹാരം കഴിക്കുന്നത് വർക്കാണോ വർഷിപ്പാണോ? നമ്മളൊക്കെ ആഹാരം കഴിക്കുന്നു, വർക്കാണോ വർഷിപ്പാണോ? ഒറ്റ ക്വസ്റ്റ്യനാണ്. 3 നേരം ചാപ്പാട് മടിച്ചിട്ട് ഞാൻ വർഷിപ്പ് ചെയ്യുകയാണ്, അല്ലെ ഉപാസന ചെയ്യുകയാണ്, പൂജ ചെയ്യുകയാണെന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഇവിടെ എത്ര പേർക്കുണ്ട്? സ്വാമി ചാപ്പാടിക്കുമ്പോൾ സ്വാമി എന്ത് ചെയ്യുന്നു? ചാപ്പാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും അല്ലേ? സ്വാമി ചാപ്പാടിക്കാറില്ല. സ്വാമി നിവേദ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ക്ഷേത്രജ്ഞൻ എന്നുള്ള പേരിൽ ഗാത്രജ്ഞൻ. എങ്ങനെയാണോ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ സൂര്യൻ, എങ്ങനെയാണോ ക്ഷേത്രത്തിൽ ദേവൻ, അതേപോലെ ഗാത്രത്തിൽ പ്രാണൻ ക്ഷേത്രജ്ഞനാണ്. അതാണ് ആത്മാവ്, അതിനെയാണ് ഈശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവിടെ കൃഷ്ണൻ പറയുന്നു അത് ഞാൻ തന്നെയാണ്, ആ അഗ്നി ഞാൻ തന്നെയാണ്. അഗ്നി എന്ന് പറയുന്നത് പ്രാണനാണ്, ആ പ്രാണൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അവിടെയാണ് അഗ്നിയുടെ പ്രാധാന്യം. അഗ്നിയെ ഉപാസിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു, ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. വളരെയധികം ആഴത്തിൽ ചിന്തിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കേണ്ടുന്ന എന്ന് ഞാൻ പറയുന്നില്ല, മനനം ചെയ്ത് അനുഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഓരോ കാര്യവും നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ യജ്ഞത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. സർവ്വ പേർക്കും ഞാൻ പറഞ്ഞു വന്നു, സ്വാമി ചാപ്പാടടിക്കില്ല, സ്വാമി എന്താ ചെയ്യുന്നത്? നിവേദ്യം കൊടുക്കുകയാണ്. അപ്പോൾ എന്താ നമ്മുടെ സാധാരണ സമൂഹം മനസ്സിലാക്കേണ്ടത്? എന്താണോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ഭഗവാന് നിവേദ്യം അർപ്പിക്കുവാൻ കഴിയുന്നത്, ആ പദാർത്ഥം മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. ഏതൊരു വസ്തുക്കളാണോ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ട് കയറുമ്പോഴും ഭഗവാന് നിവേദ്യം ഒരുപക്ഷെ കൊടുത്താലും അശുദ്ധിയാകുന്നത്, അത് ഉള്ളിലിരിക്കുന്ന ഭഗവാനും കൊടുക്കരുത്. ഇത് നമ്മുടെ വൈദിക സംസ്കാരമാണ്, നമ്മുടെ ധർമ്മമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ഒരു ക്ഷേത്രം സംശുദ്ധമായി പവിത്രമായി സൂക്ഷിക്കേണ്ടത്, അതുപോലെ സൂക്ഷിക്കണം നമ്മുടെ ശരീരം എന്നുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞതും. ആ ഒരു ബഹുമാനം നമുക്ക് തന്നെ കൊടുക്കണം. ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിൽ രഥം വലിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് തള്ളാണെന്നറിയാമോ? അവിടെ മൂകാംബിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, ട്രിച്ചിയിലാവട്ടെ എവിടെയോ ആകട്ടെ, എന്താണ് അതിലൊന്ന് തൊട്ടാൽ മതി. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളും കൊണ്ട് നടക്കുന്നതൊരു രഥത്തെ തന്നെയാണ്. ഈ രഥത്തിലും ദേവനുണ്ട്. ആ ദേവനാണ് ജീവൻ, അതാണ് ആത്മാവ്, അതാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത്. ഇത് വെളിയിൽ കാണിച്ചു തരികയാണ്. അമ്മയെ എഴുന്നള്ളിക്കുന്നു, കൃഷ്ണനെ എഴുന്നള്ളിക്കുന്നു, ഭഗവാനെ എഴുന്നള്ളിക്കുന്നു. അദ്ദേഹം അതിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അതിന് ബഹുമാനം കൂടുതൽ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയുടെ പ്രാധാന്യം മാത്രമേ അതിനുള്ളൂ. അച്ഛൻ ഇരുന്ന ശരീരമാണ്, അതുകൊണ്ടാണ് അച്ഛന് മരിച്ചു കഴിഞ്ഞാലും ഉപചാരങ്ങൾ അർപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചൈതന്യവത്തായ ശരീരം, നമ്മൾ കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. ഞാൻ ചുരുക്കുകയാണ്, നിർത്തുകയാണ്, അമ്മമാർക്കൊക്കെ പോകേണ്ട സമയമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജോലിയല്ല, നമ്മൾ ചെയ്യേണ്ടത് വർക്കല്ല, നമ്മൾ ചെയ്യേണ്ടത് വർഷിപ്പാണ്. ആഹാരം കഴിക്കുന്നതും യോഗയാണ്. കാരണം ഞാൻ കഴിക്കുകയല്ല, ഞാൻ കൊടുക്കുകയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു സങ്കല്പം മാത്രം ഉണ്ടായാൽ മതി. കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നു, കഴിക്കുകയല്ല. അപ്പോൾ ഞാൻ ആഹാരം കഴിക്കാറേ ഇല്ല എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സ്വാമിക്ക് വട്ടാണെന്ന് പറയും. ഞാൻ ആഹാരം കഴിക്കാറില്ല, ഞാൻ വെള്ളവും കുടിക്കാറില്ല, പക്ഷേ ഞാൻ ആഹാരം കൊടുക്കാറുണ്ട്, ഞാൻ വെള്ളവും കൊടുക്കാറുണ്ട്. ഇതാ കുറച്ച് നേരത്തെയും കൊടുത്തു. മനസ്സിലായില്ലേ? ഈ സങ്കല്പമുണ്ട് എങ്കിൽ നിങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതും പൂജയാണ്, യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ തലയിലൂടെ വെള്ളം മുക്കി ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഈ ബാത്റൂമിൽ ചെന്ന് ഈ ഷവറൊക്കെ ഉണ്ടല്ലോ, ഒഴിക്കുമ്പോൾ അത് ആ ശിവലിംഗത്തിലൂടെയാണ് വീഴുന്നത്, ഭഗവാന്റെ ശിരസിലൂടെയാണ് വീഴുന്നതെന്ന് സങ്കല്പിക്കുന്നതിന് എത്ര ചെലവുണ്ട്. എനിക്ക് പൂജ ചെയ്യാൻ സമയം കിട്ടിയില്ല, ക്ഷേത്രത്തിൽ പോകാൻ സമയം കിട്ടിയില്ല, വിഷമിക്കണ്ട. നിങ്ങളുടെ ശരീരം ക്ഷേത്രമാണ്, നിങ്ങൾ തന്നെയാണ് അതിനകത്തിരിക്കുന്ന ദേവൻ. ഇത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വേദം നമ്മൾ പഠിക്കുന്നത്. രാമ 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 എന്ന് തിരിച്ചു പറഞ്ഞ ആളാണ് വാൽമീകി, അല്ലേ? കാട്ടാളൻ വാൽമീകിയായി മാറുന്നതിന് വേദം വേണ്ടി വന്നില്ല. അവിടെ എന്താ? ആ മന്ത്രം മാത്രം മതിയായിരുന്നു. വേദജ്ഞർ വേണ്ടി വന്നു, സപ്തർഷികൾ വേണ്ടി വന്നു, ജ്ഞാനികൾ വേണ്ടി വന്നു, ഗുരുക്കന്മാർ വേണ്ടി വന്നു. ആ ഗുരുക്കന്മാരെ അനുസരിക്കുവാൻ, അവരെ എല്ലാം സമർപ്പിക്കുവാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ, അഹന്തയില്ലാതെ പ്രവൃത്തി ചെയ്യുമ്പോൾ, ആത്മസമർപ്പണത്തോടു കൂടി ചെയ്യുമ്പോൾ, ഭഗവത് സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ എല്ലാം പൂജയായി മാറുന്നു. എന്നോടൊരാൾ ചോദിച്ചു, സ്വാമി എത്ര മണിക്കൂർ യോഗ ചെയ്യും? നിങ്ങൾ എന്ത് ഉത്തരവാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്? സ്വാമി എത്ര മണിക്കൂർ യോഗ ചെയ്യും എന്ന് എൻ്റെ ഒരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയണം? പറയൂ. എത്ര? 5, 24 hours, 24 മണിക്കൂർ. തലകുത്തി നിൽക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. യോഗാസനം ചെയ്യുക എന്ന് പറയുന്നതും യോഗ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ജീവാത്മ പരമാത്മ ഐക്യമാണ് യോഗ. കമ്മ്യൂണിയൻ ഓഫ് ജീവാത്മ ടു പരമാത്മ. ആ കമ്മ്യൂണിയൻ ആഹാരം കഴിക്കുമ്പോഴും സംഭവിക്കുന്നു. ആഹാരം കഴിക്കുകയല്ല, കൊടുക്കുകയല്ലേ, അവിടെയും ആ കമ്മ്യൂണിയൻ സംഭവിക്കുന്നു. നമ്മൾ രാവിലെ എണീറ്റ് അമ്മമാർ പാചകം ചെയ്യുമ്പോൾ അതൊരു ജോലിയാണ്. അമ്പലത്തിൽ പോകാൻ സമയം കിട്ടിയില്ല എന്ന് പറയണ്ട. പാചകം ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ പാചകം ചെയ്യുന്നത്? ഭഗവാൻ കൃഷ്ണന്.
മക്കളുടെ ഉദരത്തിലിരിക്കുന്ന കൃഷ്ണൻ, ഭർത്താവിൻ്റെ ഉദരത്തിലിരിക്കുന്ന കൃഷ്ണൻ, സഹോദരിയുടെയും സഹോദരൻ്റെയും അപ്പൂപ്പൻ്റെയും ഉദരത്തിലിരിക്കുന്ന കൃഷ്ണന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നിവേദ്യമാണ് ഉണ്ടാക്കുന്നത്. തിടപ്പള്ളിയിലാണ് പാചകം ചെയ്യുന്നത്. അടുക്കള തിടപ്പള്ളിയായി മാറട്ടെ. പാചകം എന്നുള്ളത് നിവേദ്യം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായി മാറട്ടെ. അങ്ങനെയുള്ള ഒരു സങ്കല്പമുണ്ടെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് മഹനീയമായൊരു പൂജയാണ്, അതും യോഗമാണ്. അങ്ങനെ സമസ്ത കർമ്മങ്ങളെയും ഈശ്വര സങ്കല്പം കൊണ്ട് സമന്വയിപ്പിച്ച് യോജിപ്പിച്ച് നിർത്തി ഈഗോ, ഞാനല്ല ഇത് ചെയ്യുന്നത് എന്നുള്ള ഭാവനയോടുകൂടി കർമ്മം ചെയ്താൽ 24 മണിക്കൂറും ഒരു യോഗി ചെയ്യുന്നത്, ഒരു സന്യാസി ചെയ്യുന്നത് പ്രവൃത്തിയല്ല, കർമ്മമാണ്. ആ കർമ്മത്തിൽ നിന്നാണ് യജ്ഞമുണ്ടാകുന്നത്, ആ യജ്ഞത്തിൽ നിന്നാണ് പർജന്യമുണ്ടാകുന്നത്. ആ ക്രമത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമുക്കുണ്ടാകട്ടെ. വൈദികമായ സംസ്കാരത്തിലൂടെ എങ്ങനെയാണ് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുവാൻ കഴിയുന്നത് എന്നുള്ള ശാസ്ത്രീയമായ സങ്കല്പം നമ്മളിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് വളരുവാൻ അടുത്ത തലമുറയ്ക്ക് നമ്മൾ അവസരമൊരുക്കണം. ആ ഒരു അറിവ് നമ്മൾ പകർന്നു കൊടുക്കണം. നോക്കൂ, ഇത് ബിന്ദുവിൽ തുടങ്ങിയതാണ് അല്ലേ? ഈ പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത്? ബിന്ദു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബിന്ദുക്കൾ ചേർന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആറ്റം മാത്രമേ ഉള്ളൂ എന്ന് സയൻസ് പറഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും. ആറ്റമല്ലാതെ മറ്റൊന്നുമില്ല അല്ലേ? ഈ ആറ്റം ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഒന്നിനെയും സൃഷ്ടിക്കുവാൻ ഇവിടുത്തെ ഒരു ശാസ്ത്രകാരനും, നാസയിലെയോ ISROയിലെയോ ശാസ്ത്രകാരനും കഴിയില്ല. ഒരു തലമുടി സൃഷ്ടിക്കാൻ കഴിയുമോ? ഒരു പുൽക്കൊടി സൃഷ്ടിക്കാൻ കഴിയുമോ? പറ്റില്ല. അപ്പോൾ നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ്, നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്. ഇത് ശാസ്ത്രമാണ്. പിന്നെ എന്താ? സങ്കോച വികാസ പരിണാമാത് പ്രപഞ്ച. ഇതാണ് ശാസ്ത്രം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിൽ 3 കാര്യങ്ങളാണ്. സങ്കോചം, കോൺട്രാക്ഷൻ; വികാസം, എക്സ്പാൻഷൻ; പരിണാമം, എവല്യൂഷൻ. അപ്പോൾ കോൺട്രാക്ഷനും എക്സ്പാൻഷനും എവല്യൂഷനും എങ്ങനെ സംഭവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്ന ശ്രീയന്ത്രം അല്ലെങ്കിൽ ചക്രം. എല്ലാ യന്ത്രങ്ങളും അതുതന്നെയാണ്. ഒരു ബിന്ദുവിൽ തുടങ്ങി ബിന്ദുനാദം കല എന്നൊക്കെ പറയും. കലയെന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചം. വളരെ ആഴത്തിലുള്ള വിഷയമാണ്. എന്തായാലും ഇവിടെ എത്തുവാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാനും ഈ മഹൽ സന്നിധിയിൽ വന്ന് ആ പുണ്യാംശം അല്പമെങ്കിലും ഒന്ന് കടന്നു കിട്ടുവാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന ശ്രീ ഗിരീഷ് കുമാർ അവർക്കും, അതുപോലെ തന്നെ ഈ വിദ്വൽ സദസ്സിലിരിക്കുന്ന എല്ലാ വിദ്വാൻമാർക്കും പണ്ഡിതന്മാർക്കും. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതാഹ സമദർശിന. പുല്ലിനെയും പുഴുവിനെയും പട്ടിയെയും ബ്രാഹ്മണ ജാതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ കഴിയുന്ന, ഈശ്വരത്വത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ആ മനസ്സിൻ്റെ ഉടമകളായ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മമാർക്കും സഹോദരിമാർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം ഗുരുക്കന്മാരുടെ ആശീർവാദം ഉണ്ടാകട്ടെ. ജഗദംബയുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെയൊക്കെ ഭവനങ്ങൾ എന്നുമെന്നും ചൈതന്യവത്തായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ച അതിൻ്റെ സംഘാടകർക്കും അതുപോലെ ഈ ട്രസ്റ്റിനും എല്ലാവിധത്തിലുമായ വളർച്ച മേൽക്കുമേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും സങ്കല്പിച്ചും എൻ്റെ ഗുരുനാഥൻ്റെ പാതാരവിന്ദങ്ങളിൽ ശ്രീപത്മനാഭനെ സ്മരിച്ചുകൊണ്ടും ജഗദംബയെ സ്മരിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് സീതാറാം, ജയ് സീതാറാം.